കോൺഗ്രസിലെ ഭിന്നിപ്പ് കൂടുതൽ ശക്തമായി പുറത്തേക്ക് വരുന്ന വാർത്തകൾ ഈ മണിക്കൂറിൽ കെപിസിസി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റിയേ മതിയാകൂന്ന് പ്രതിപക്ഷ നേതാവിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അപമാനിച്ചിറക്കി വിട്ടാൽ കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് കെ സുധാകരന്. കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിയുടെയാണ് ഇരു നേതാക്കളും നിലപാട് അറിയിച്ചത്. കെപിസിസി അധ്യക്ഷനെ വിശ്വാസത്തിലെടുക്കാതെ പുനഃസംഘടനയുമായി മുന്നോട്ടു പോകരുതെന്ന് രമേശ് ചെന്നിത്തലയും ദീപദാസ് മുൻഷിയോട് പറഞ്ഞു. കെ സുധാകരൻ നല്ല നേതാവാണെന്ന് ചെന്നിത്തല പ്രതികരിച്ചു. കെപിസിസിയിൽ നേതൃമാറ്റം വേണമോ എന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കും. മുഖ്യമന്ത്രി ചർച്ചകൾ അനാവശ്യമാണെന്നും ഐക്യത്തിനാണ് പ്രാധാന്യം നൽകുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. അതെല്ലാം പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതേ സമയത്താണ് അവർ തീരുമാനിക്കുന്നത്. ഈ തദ്ദേശ പരിപാടികൾ നിൽക്കുമ്പോൾ നേതൃത്വമാറ്റം അനിവാര്യമാണ്. അല്ല, അതെന്ത് വേണം എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്, ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. അങ്ങയുടെ അഭിപ്രായം എന്തായാലും അല്ല, അതല്ല, എല്ലാവരുമായി സംസാരിച്ച് ഹൈക്കമാൻഡ് എന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കും. എന്തായാലും കെപിസിസി പ്രസിഡന്റ് പ്രാപ്തനല്ലേ ലക്ഷ്മണ നേതാൻ? അല്ല, അദ്ദേഹം ഏറ്റവും നല്ല പ്രാപ്തനായ വ്യക്തിയല്ലേ. പക്ഷേ എന്ത് പാർട്ടിയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേർന്നു. ഡാൻ, ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഉണ്ടായിരുന്ന എതിർപ്പുകള്, ഭിന്നിപ്പ് ഒക്കെ പുറത്തേക്ക് വരുന്നു. അതനുസരിച്ചാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവരും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ പ്രതികരണം നടത്തുന്നത് എന്ന് കൂടി വ്യാഖ്യാനിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇത് ഹൈക്കമാൻഡിന്റെ മുന്നിൽ പന്ത് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം. വിവരങ്ങൾ എന്താണ്? കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ എഐസിസിയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ നേരിൽ കണ്ടത്. അങ്ങനെ നേരിൽ കണ്ട് സംസാരിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. കെപിസിസി അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ കെ സുധാകരൻ അനുയോജ്യനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അടിയന്തരമായി പകരക്കാരനെ കണ്ടെത്തണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ദീപദാസ് മുൻഷിയെ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം അതിന് പിന്നാലെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ദീപദാസ് മുൻഷിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോൾ രമേശ് ചെന്നിത്തല നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് കെപിസിസി അധ്യക്ഷനെ വിശ്വാസത്തിലെടുക്കാതെ പുനഃസംഘടനയുമായി മുമ്പോട്ട് പോയാൽ അതിൽ തിരിച്ചടി നേരിടേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ഒരു നിലപാട് ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യം തന്നെയാണ്. അതിനിടയിലാണ് കെ സുധാകരൻ തന്നെ ദീപദാസ് മുൻഷിയെ അങ്ങനെ തന്നെ അപമാനിച്ചിറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, പ്രതിപക്ഷ നേതാവിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അങ്ങനെ ഒരു നീക്കം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ താൻ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നും ദീപദാസ് മുൻഷിയെ അറിയിച്ചിരിക്കുന്നത്. നേതൃതലത്തിൽ തന്നെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായി മറനീക്കി പുറത്തു വരുന്നതിൽ ദീപദാസ് മുൻഷി കടുത്ത അതൃപ്തിയിലാണ്. രാഷ്ട്രീയകാര്യ സമിതി യോഗം കഴിഞ്ഞ ആഴ്ച മാറ്റിവെച്ചതിൽ നേരത്തെ തന്നെ അവർ ഹൈക്കമാൻഡ് നേതൃത്വത്തെ വിയോജിപ്പ് അറിയിച്ചിരുന്നു. അതിനിടയിലാണ് സംസ്ഥാന നേതൃത്വത്തിലെ ഈ അഭിപ്രായ ഭിന്നത കൂടി ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ വലിയൊരു തലവേദനയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിനിടയിൽ കെപിസിസി അധ്യക്ഷ സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് തിരുവനന്തപുരം DCC അധ്യക്ഷൻ പാലോട് രവി ഉൾപ്പെടെ രംഗത്തെത്തി എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പാലോട് രവി തന്നെ നേരിട്ട് സംഘടനാതലത്തിൽ പാർട്ടിയെ ചലിപ്പിക്കാൻ താൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയാൽ കഴിയുമെന്ന് ദീപദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചു. അപ്പോൾ ആ നേതാക്കൾ തിരികെ പാലോട് രവിയോട് ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ആദ്യം തിരിച്ചു പിടിക്കുമോ എന്ന് നോക്കൂ, അതിനുശേഷം ആ കാര്യം പരിഗണിക്കാമെന്നാണ്. അതോടൊപ്പം VS ശിവകുമാർ, ശരത്ചന്ദ്ര പ്രസാദ് തുടങ്ങിയ നേതാക്കളും കെപിസിസി അധ്യക്ഷ സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ തൽസ്ഥിതി തുടർന്നാൽ മതി, തൽക്കാലം കെ സുധാകരനെ മാറ്റിക്കൊണ്ടൊരു അഴിച്ചുപണിയിലേക്ക് കടന്നാൽ അതിന് തിരിച്ചടി നേരിടേണ്ടി വരും എന്ന വിലയിരുത്തലാണെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. പന്ത് ഹൈക്കമാൻഡിന്റെ കോർട്ട്.